الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم ونفسي أولا بتقوى الله قال تعالى في كتابه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار صدق الله العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരികൾ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകൾ ശിരസാവഹിച്ച് ജീവിതം പുണ്യപൂർണ്ണമാക്കണമെന്ന് നിങ്ങളേവരെയും ഉണർത്തുകയാണ്. വിശ്വാസം, അവിശ്വാസം, അന്ധവിശ്വാസം, അവസാനം പറഞ്ഞ രണ്ടും മാറ്റിവെച്ച് കറകളഞ്ഞ ഈമാൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. വിശ്വാസത്തിന് പലപ്പോഴും കളങ്കമേൽക്കും. അതുകൊണ്ട് പണ്ടുകാലത്തെല്ലാം വഅ്ള് നടത്തിക്കൊണ്ടിരിക്കുന്ന സദസ്സുകളിൽ ആളുകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക ഉത്ബോധനങ്ങൾ നടത്തും. പ്രസംഗിക്കുന്ന ആൾ പ്രസംഗം ഒരു പ്രത്യേക രീതിയിൽ തുടരുമ്പോൾ ആളുകൾക്ക് ഉറക്കം വരും. പ്രത്യേകിച്ച് അക്കാലത്തൊക്കെ രാത്രിയാണ് പരിപാടി. ഉറങ്ങാൻ വിചാരിച്ചവർക്ക് പകലും രാത്രിയൊക്കെ സമാണ്. എന്നാലും രാത്രി വൈകിയാകുമ്പോൾ ഉറങ്ങിപ്പോകും. ആ ഉറക്കമുണർത്താൻ അവരുപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക ഉണർത്ത് വാക്കുണ്ട്. ജദ്ദിദു ഈമാനക്കും എന്ന് ഒരാള് ഉറക്കെ വിളിച്ചു പറയാണ് ചെയ്യും.
അപ്പോൾ അതിൻ്റെ ജവാബായിട്ട് ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മറ്റുള്ളവർ പറയും. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പുതുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. ഒരു സത്യവിശ്വാസിക്ക് ഇതല്ലാത്ത വേറെ ഒരു രീതിയും സ്വീകരിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസ പ്രമാണത്തിന്റെ പ്രഖ്യാപനം അത് മനസ്സിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഈമാൻ പുതുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ വിശ്വാസത്തെ കളങ്കമില്ലാതെ പുതുക്കിയെടുക്കുകയും അവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും പൂർണ്ണമായും മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയും ചെയ്യണം. അതാണ് വിജയമാർഗം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിശ്വാസവും അന്ധവിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് വന്നത്. ഒന്നിലും വിശ്വസിക്കാത്തവർ. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ, കാലം കഴിയുമ്പോൾ നമ്മൾ നശിച്ചു പോകും, അതിനപ്പുറമെന്നില്ല. മരണാനന്തര ജീവിതം എന്നത് വെറും മിഥ്യയാണെന്ന് വിശ്വസിക്കുന്ന അവിശ്വാസികൾ. അനന്തമായ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിയ മറ്റൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗത്തെയുമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ച് യഥാർത്ഥ മുഅ്മിനുകളാക്കിയെടുത്തത്. ആ മുഅ്മിനുകളിൽ അവരുടെ പ്രത്യേകത 70,000 പേരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ വിചാരണയില്ലാതെ കടക്കും. അങ്ങനെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വിശ്വാസത്തിൽ തെളിമയുള്ള ആളുകളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും ചെയ്തു. ആ ഭാഗം നാം കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ചില വിഷയങ്ങളിൽ സാധാരണക്കാർ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ചിന്ത പണ്ഡിതന്മാരിലും പലരെയും പിടികൂടി പോകാറുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഈ ജിന്ന് ഭൂതം എന്ന വിഷയം. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നേരത്തെ ഒരു ധാരണയായി ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ വരുന്ന ഹദീസുകൾ കൂലങ്കുഷമായ പരിശോധനയ്ക്ക് വിധേയമാക്കാതിരിക്കുക എന്നതും സംഭവിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് യഅ്ല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരുമേനിയുടെ അനുചരനായ സഹാബി പറഞ്ഞു, ആ സഹാബിയോട് സഹവസിച്ച താബിഈ പറഞ്ഞു. ഇങ്ങനെയാണ് ഹദീസിന്റെ പരമ്പര വരിക. ഇതിലേതെങ്കിലും ഒരാളെ റിപ്പോർട്ടിൽ കാണാതിരുന്നാൽ ആ പരമ്പര അറ്റുപോയതാണ്, മുൻഖത്തിയാണ് എന്ന് പറയുന്നു. പറയുന്നതിനിടയിൽ ഒരാൾ ഒഴിവായി പോയിരിക്കും. ഇങ്ങനെ വരുന്ന ഹദീസ് സ്വീകാര്യമല്ല എന്ന വിഷയത്തിൽ ഹദീസ് പണ്ഡിതന്മാരിൽ ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. മുൻഖത്തി എന്ന് പറഞ്ഞാൽ അത് ലൈഫ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ അപ്പുറം. ഇടക്ക് ഇതിന്റെ കണ്ണി അറ്റുപോയിരിക്കുന്നു. യഅ്ല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹവുമായി ഒരിക്കലും സന്ധിച്ചിട്ടില്ലാത്ത അൽ മിൻഹാൽ ഇബ്നു അംർ എന്ന റിപ്പോർട്ടറാണ്.
അപ്പോൾ ഇതിനിടയിൽ ഒരു കള്ളക്കളി നടന്നതുകൊണ്ട് മിൻഹാലി അഴയെ കാണുകയോ യഅലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നിരിക്കലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസ് വരും. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള വിഷയം വളരെ വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് പല റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ ഒരു റിപ്പോർട്ടിൽ യഅല തന്നെ പറയുന്നതായി എഴുതി വച്ചിരിക്കുന്നു, എനിക്ക് മുൻപ് ആരും കണ്ടിട്ടില്ലാത്തതും എനിക്ക് ശേഷം ആരും കാണാനിടയില്ലാത്തതുമായ ഒരു കാര്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് കണ്ടു. 1,00,000 ചില്ലാനം സഹാബികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് കൂടി സഹവസിച്ച് തിരുമേനി ഹജ്ജത്തുൽ വദായിൽ യാത്രയാക്കുമ്പോൾ 1,00,000 ചില്ലാനം സഹാബികൾ. ഇത്രയും അധികം ആളുകളിൽ ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരസുലഭ സന്ദർഭം എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് അവകാശവാദം. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു യാത്രയിലായിരിക്കെ വഴിയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ കൂടെ ഒരു കുട്ടിയുമുണ്ട്. ഈ സ്ത്രീ ആരാണ്? മുസ്ലിമാണോ? ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടവളാണോ? ഒന്നും നമുക്കറിയില്ല. ഒരു പെണ്ണിനെ കണ്ടു, അവൾക്കൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഈ വരുന്ന ആളുടെ കൂടെ കുറച്ച് ആളുകളെയൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ആളുകളെയെല്ലാം മഹാത്മാക്കളായി ഗണിക്കുന്ന അറേബ്യയിലെ സമ്പ്രദായം അനുസരിച്ച് പറഞ്ഞതാവാം ആ പെണ്ണ് തൻ്റെ കുട്ടിക്ക് അപസ്മാര ബാധയുണ്ട് എന്ന് പറയും. ഈ അപസ്മാര ബാധയുണ്ട് എന്ന് 3 റിപ്പോർട്ട് പരിശോധിച്ചാൽ 3 രീതിയിലാണ്. ദിവസേന 3 തവണ ഉണ്ടാകുമെന്ന്, മാസത്തിൽ 2 തവണ ഉണ്ടാകുമെന്ന്, ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളെ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ കുട്ടിയെ ചികിത്സിച്ചു മാറ്റി എന്നാണ് രത്ന ചുരുക്കം. എങ്ങനെയാണ് ചികിത്സിച്ചത്? ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ കുട്ടിയെ വിളിച്ച്, കുട്ടി ഇങ്ങനെ അപസ്മാര ബാധ ഉള്ള സമയത്തൊന്നുമല്ല, ആ കുട്ടിയോട് ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ശത്രുവെ പുറത്തു പോ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. ഇതാണ് പരിഭാഷ. അത് കഴിഞ്ഞ് വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വിളിച്ച് വാ തുറക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ വായിൽ തുപ്പിയിട്ട് പറഞ്ഞു ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ് എന്നും അതിന്റെ കൂടെ. ഒരു റിപ്പോർട്ടിൽ പറയും, എല്ലാം ഒരൊറ്റ സംഭവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞ് തിരുമേനി യാത്ര തുടർന്നു. തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീ രോഗം മാറിയതിന്റെ പാരിതോഷികം കൊടുത്തു എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് പാരിതോഷികം അപ്പം തന്നെ കൊടുത്തു, രോഗം മാറിയോ മാറിയില്ലേ എന്നൊന്നും അറിയാൻ നിന്നില്ല. കൊടുത്ത പാരിതോഷികത്തിന്റെ അളവിലുമുണ്ട് വ്യത്യാസം. ഇങ്ങനെയുള്ള ഹദീസിന് മുത്തരിബ് എന്നാണ് പറയുന്നത്. മനസ്സുറക്കാത്ത ആളുകൾ പലതും പലപ്പോഴും പറയുന്നത് അങ്ങനെയുള്ള ഹദീസ് ദീനുൽ ഇസ്ലാമിലെ ഹുജ്ജത്തല്ല. ഈ ഒരു ഹദീസ് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപസ്മാര രോഗത്തെ മന്ത്രിച്ച് ചികിത്സിച്ചു എന്ന് പറയുന്നത്. മന്ത്രം എന്താണ്? ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ്. ഇങ്ങനെ മുഖത്യായ പരമ്പരയറ്റ ഒരു ഹദീസ് എന്തിനാണ് പണ്ഡിതന്മാർ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? വളരെ അടുത്ത കാലത്ത് നടന്ന ഒരു ചർച്ചയിൽ, ഒരു വീഡിയോ ക്ലിപ്പിൽ ഒരു ചർച്ച, ഈജിപ്തിൽ നടന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. അവിടെ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു പണ്ഡിതനും ഇതേ വാചകം പറഞ്ഞു.
അപ്പോഴാണ് അതിൻ്റെ പരമ്പരയെക്കുറിച്ച് പരിശോധിക്കണമെന്ന് തോന്നിയത്. പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു നിലക്കും ഹദീസുകളിൽ സ്വീകരിക്കാൻ പറ്റാത്ത എല്ലാ ദൗർബല്യവുമുള്ള ഒരു ഹദീസിലെ വാചകമാണ് ഈ മനുഷ്യരുടെ എല്ലാം ഓർമ്മയിൽ തങ്ങിക്കിടന്ന് അവർ ചർച്ചക്കിടയിൽ ഉപയോഗിക്കുന്നത്. അപസ്മാര ബാധയെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു സ്ത്രീ അപസ്മാര ബാധയുമായി വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, ഈ രോഗം സഹിച്ചാൽ വലിയ പുണ്യം കിട്ടും, അതല്ല ഞാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വലിയ പുണ്യം കിട്ടും, സ്വർഗം കിട്ടും എന്നാണ് പറയുന്നത്. ആ സ്വർഗം മതി എനിക്ക് എന്ന് ആ രോഗി സമ്മതിക്കുന്നു. പക്ഷേ സ്ത്രീ ആയിരുന്നു. അതിനാൽ അപസ്മാര ബാധ ഉണ്ടായിരുന്ന സമയത്ത് തൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു, അത് ഒന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുകയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സ്ത്രീക്ക് വന്ന അപസ്മാര ബാധ ശരിയായ ഹദീസുകളിൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ബാധ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരൊറ്റ തുപ്പലും പിന്നെ ഒരു ഉഖ്റുജ് അതുവല്ലയും പറഞ്ഞാൽ പുറത്തു പോകുമെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്ത്രീയോട് ജീവിതകാലം മുഴുവൻ ആ ദുരിതം അനുഭവിക്കണം എന്ന് പറഞ്ഞ്? അതിനാണ് പുണ്യമെന്ന്. ഈ തുപ്പൽ അപ്പോഴും റെഡിയില്ലേ? ഉഖ്റുജ് അതുപോലെ റെഡിയില്ലേ? നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തന്നിട്ടുള്ളത് ചിന്തിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുമാണ്. ഈ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പിന്നാലെ പോയി അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ മന്ത്രിച്ചാണ് അസുഖങ്ങൾ മാറ്റൽ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രോഗം അള്ളാഹുവിൽ നിന്നാണ്, അതിൻ്റെ ശിഫ അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസി പ്രാർത്ഥിക്കണം. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. മന്ത്രിക്കുകയല്ല, പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന അള്ളാഹുവിനോടേ ആയിരിക്കുകയുള്ളൂ. ആ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉപയോഗിച്ചാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനങ്ങൾ ഉപയോഗിച്ചാവാം. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അദ്ഹിബിൽ ബാസ്, അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബാസ്. അല്ലാഹുവേ, ജനങ്ങളുടെ നാഥ, ഈ രോഗം ദൂരീകരിച്ചു തരണമേ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ മന്ത്രം എന്ന് പറയുന്നെങ്കിൽ മന്ത്രം എന്ന് പറഞ്ഞോളൂ. അതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതും പഠിപ്പിച്ചത്. അതുകൊണ്ട് രോഗങ്ങളിൽ ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മനസ്സുമായി ബന്ധപ്പെട്ടത്, പിശാചിന്റെ വകയാണെന്ന് വിചാരിക്കുകയും എന്നിട്ട് ആ പിശാചിനെ ആട്ടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അതുപോലെയുള്ള പല വിദ്യകളും ചെയ്തുകൊണ്ടും മന്ത്രിച്ചും നൂലുകൾ ഉപയോഗിച്ചും എഴുതിയും എഴുതിയത് കലക്കി കുടിച്ചും ഒന്നും മനുഷ്യന്മാർ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. നാം അവിടെ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മോചിതരായി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അത്തരം അന്ധവിശ്വാസങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കിടയിൽ പ്രചരിക്കുമ്പോൾ നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. വലിയ വിവാദമുണ്ടാക്കിയ മറ്റൊരു ഒരു ഹദീസും ഇതുപോലെ മുൻഖത്തിയായ ഹദീസ്, പരമ്പര അറ്റുപോയൊരു ഹദീസ്. അതിൽ പല രൂപത്തിലും ആ ഹദീസ് ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നു: നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരു മൃഗം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയാൽ
നിങ്ങൾ പറയണം യാ ഇബാദല്ലാഹ് യഹ്ബിസു അലയ്യ. യഹ്ബിസു അലയ്യ, യഹ്ബിസു അലയ്യ ദാബത്തി പല രൂപത്തിലുണ്ട്. യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുക എന്ന് മരുഭൂമിയിൽ വെച്ച് പറയാം. ഫൈന ലില്ലാഹി ഖൽഖൻ ഹാദിറ ലാ നറാഹു, നാം കാണാത്ത സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികൾ നിങ്ങളുടെ ഈ ജീവിയെ, നിങ്ങളുടെ മൃഗത്തെ തടഞ്ഞു വെക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു അദൃശ്യ ജീവിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം മനസ്സിലുണ്ടാക്കിയപ്പോൾ ചിലർ പറഞ്ഞു അത് ജിന്നാണ്. വേറെ ചിലർ അതിന് വിശദീകരണം നൽകി അത് മലക്കുകളാണ്. മൂന്നാമതൊരു വിഭാഗം ഒരു പടി മുന്നോട്ട് കയറിക്കൊണ്ട് പറഞ്ഞു അത് നല്ലവരായ മനുഷ്യരുടെ ആത്മാക്കളാണ്. എന്തിനാണ് ഈ മുസീബത്തിനൊക്കെ പോകുന്നത്? നിങ്ങൾ ഏകാന്തതയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾ ആരെയോടാണ് പ്രാർത്ഥിക്കുക? പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. എല്ലാ ബഹുദൈവ വിശ്വാസിയും തന്റെ ബഹുദൈവ ചിന്ത തന്നെ കളയും ഒറ്റയ്ക്ക് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ. കടലിൽ ഏറ്റവും അധികം കോള് ഇളക്കമുണ്ടായിക്കൊണ്ട് കപ്പൽ മറിഞ്ഞു പോകും എന്ന് തോന്നുമ്പോൾ അവിടെ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന അദൃശ്യമായ കഴിവുകളുള്ള ശക്തികളെ മുഴുവനും നിങ്ങൾ മറക്കുന്നു. ഇത് മുശ്രിക്കുകളുടെ അവസ്ഥയാണ്. പിന്നെ എന്തിനാണ് ഈ മുശ്രിക്കുകളിൽ നിന്ന്, ശിർക്കിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്ന സത്യവിശ്വാസികൾ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടിയാറുകളെ എന്നെ സഹായിക്കൂ? ആരാണ് ഈ അള്ളാഹുവിന്റെ അടിയാറുകൾ? മലക്കുകളാണ്, അല്ല ജിന്നുകളാണ്, അതല്ല നല്ല മനുഷ്യന്മാരുടെ അർവാഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് തിരുമേനിയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. അതേ വിഷയത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു അന്തം വിട്ട സ്ഥലത്ത് ചെന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾക്ക് സഹായം കിട്ടാൻ അയാൾ പ്രാർത്ഥിക്കേണ്ടത് ഇമാം നവവി റഹ്മഹുല്ലാ തന്റെ ബുസ്താൻ എന്ന ഗ്രന്ഥത്തിൽ തന്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. യാ ജാമിഅൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇജ്മഅ അലയ്യ ളാലത്തി. അല്ലാഹുവേ, മുഴുവൻ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നവനെ, മഹ്ശറയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവനെ, എനിക്ക് നഷ്ടപ്പെട്ടതിനെ എനിക്ക് ഒരുമിച്ച് കൂട്ടിത്തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഉത്തരം കിട്ടിയതായിട്ട് അനുഭവമുണ്ട് എന്നും അത് ഞാൻ സ്വന്തമായി എൻ്റെ അനുഭവത്തിൽ അറിഞ്ഞിട്ടുള്ളതാണ് എന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നേർമാർഗം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് പിഴച്ച വഴിയിലേക്ക് പോകാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്? ദുർബലമായ ഒരടിസ്ഥാനത്തിലും സ്വീകാര്യമല്ലാത്ത ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടോ പഠിപ്പിച്ചിട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ തിരുമേനിയുടെ പേരിൽ പറയുന്നു. നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇതര മതങ്ങളിലെല്ലാം അന്ധവിശ്വാസങ്ങളും, അതുപോലെ ക്രിസ്തു മതത്തിൽ അന്ധവിശ്വാസമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരുപാട് അമാനുഷികതകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിലൊന്നും പെടാത്ത ഒരു അമാനുഷികതയാണ് പാതിരിക്ക് കിട്ടിയത്. കാരണം പാതിരിക്ക് നാളെ ജനങ്ങളോട്
ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയാൻ പറ്റിയതല്ല ഈസാ നബിയുടെ ഒരു മുഅ്ജിസത്തും. പാതിരിക്ക് കിട്ടുകയില്ല, മരിച്ചയാളെ ജീവിപ്പിക്കാൻ പറ്റുകയില്ല, കളിമണ്ണിൽ നിന്ന് പക്ഷിയെ ഉണ്ടാക്കി ജീവൻ കൊടുക്കാൻ പറ്റുകയില്ല, മാറായ രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിയില്ല. അതെല്ലാം ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ മുഅ്ജിസത്തായിരുന്നു. അതുകൊണ്ട് അതിലൊന്നുമല്ല ഫോക്കസ്. എവിടെയാണെന്ന് അറിയാമോ? ഭൂതങ്ങളെ ആട്ടി ഓടിച്ചു. ഭൂതങ്ങളെ ആട്ടി ഓടിക്കാൻ വേണ്ടി അനുയായികളെ ഉണ്ടാക്കാൻ 12 നിയോഗിച്ചു. 20 ആളുകളെ അതിനു വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയെന്നാണ്. ആകെ കൂടി ഭൂതമയം. കാരണം ചർച്ചിൽ നിന്ന് കുരിശെടുത്ത് പാതിരി ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഭൂതം ഓടി അങ്ങോട്ട് പോകും. ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ മറ്റുള്ളവർ സ്വീകരിക്കുന്ന അതേ പ്രയോഗവും അതേ ശൈലിയും ഇസ്ലാമിലുമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല, മറ്റുള്ളവർ കടന്നുകൂടി ഓരോന്ന് നമുക്കിടയിൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് കടത്തിക്കൂട്ടിയത്. നമുക്ക് രോഗം സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണെന്ന്, അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്നുണ്ടെന്ന്, ആ മരുന്നുകളിൽ പലതും നമുക്കറിയാത്തത് കൊണ്ട് രോഗം ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നില്ലെന്നും വിശ്വസിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് രോഗത്തിന്റെ ചികിത്സ. രോഗം എന്താണ് എന്ന് ഏറ്റവും അധികം ഗവേഷണം നടത്തപ്പെട്ട ഈ കാലത്ത് ദീദാത്തുമായി വാദപ്രതിവാദം നടത്തിയ സ്വാഗത്ത് ദീദാത്ത് തോൽപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞ പ്രയോഗം, ഈസാ നബിയുടെ പേരിൽ ഭൂതത്തെ ഓടിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ പേരിൽ ഭൂതത്തെ ഓടിക്കാൻ കഴിയില്ല. ബൈബിൾ ദൈവിക ഗ്രന്ഥമല്ല, അതിലൊരുപാട് മനുഷ്യൻ എഴുതി ചേർത്തിട്ടുണ്ട് എന്നത് നിഷേധിക്കുന്നതിന് എന്താണ് മറുപടി? ഈസാ നബിയുടെ പേരിൽ ആരോ താൻ ചെയ്തു എന്നുമല്ല പറയുന്നു, ഒരാൾ അങ്ങനെ ഭൂതത്തെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് നബിയുടെ പേരിൽ ഭൂതത്തെ ഓടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബൈബിൾ ദൈവിക ഗ്രന്ഥമാണ്. ഇതുപോലെയുള്ള വാദപ്രതിവാദങ്ങളാണ് നാം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ ഉമ്മത്ത് മുസ്ലിമയിൽ ഈ ഭൂതത്തെ ഓടിക്കുന്ന ഒരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല. ഭൂതങ്ങൾ അവയുടെ പണി നോക്കിപ്പോയിക്കോട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിശാചിന് അങ്ങനെയുള്ള ഒരു സ്വാധീനവും നൽകിയിട്ടില്ല എന്ന് പടച്ച തമ്പുരാൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതിലങ്ങോട്ട് വിശ്വസിക്കുക. എന്നിട്ട് ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കഥകളെല്ലാം വെറും കുപ്രചരണങ്ങളാണ് എന്ന് മനസ്സിനോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയാതിരുന്നാൽ ഇരുട്ടത്ത് ഇറങ്ങി നടന്നാൽ നിങ്ങൾക്ക് കാണുന്ന മരം ആനയാണെന്നും അപ്പുറത്ത് കാണുന്നത് ഒരു വലിയ കാളയാണെന്നുമെല്ലാം തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് തോന്നുമ്പോൾ അത് ഇന്നലെ അവിടെ ഞാൻ കണ്ട മരമാണ്, ഇതൊരു പൊന്തയാണ് എന്ന് വിചാരിച്ചാൽ ഉടനെ തന്നെ പൊന്തയായിട്ടും മരം മരമായിട്ടും മാറും. അത് ആനയാവുകയില്ല. അന്ധവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ധകാരത്തിൽ നാം കാണുന്ന കാര്യങ്ങളുടെ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ വരുന്നു എന്നത് സൂചിപ്പിച്ചത്. ദീനുൽ ഇസ്ലാം പവിത്രമാണ്. അതിന്റെ പവിത്രതയോടുകൂടി നാം അത് മനസ്സിലാക്കുക. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം, വിശ്വാസമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്
നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം. ഈ വെള്ളം ഭൂമിയിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന സസ്യങ്ങളാണ് നമ്മുടെ ആഹാരം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. അല്ലാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി. ഫതറൽ അർള മുഖ്തറ, അപ്പോൾ ഭൂമി അതാ പച്ച പിടിച്ചു നിൽക്കുന്നു. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സൂക്ഷ്മമായ ജ്ഞാനമുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. മഴയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ. കൊല്ലത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രം മഴ പെയ്യുന്ന പ്രദേശങ്ങളുണ്ട്. പകരം നമ്മുടെ നാട്ടിൽ 6 മാസത്തോളം തുടർച്ചയായും പിന്നീട് ഇടയ്ക്കിടെയും മഴ വർഷിച്ചാലേ ആവശ്യത്തിന് വെള്ളമുണ്ടാവുകയുള്ളൂ. വെള്ളത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്. അതിനുവേണ്ടി ഇസ്ലാമിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നമസ്കാരമുണ്ട്. അത് തിരുമേനി കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യം ജുമാ ഖുതുബയിൽ തിരുമേനി പ്രാർത്ഥിക്കുകയും പിന്നീട് ആവശ്യം കഠിനമാകുമ്പോൾ നോമ്പ് നോറ്റ് സന്നദ്ധരായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി മഴാഭ്യർത്ഥന നടത്തുകയും ചെയ്യുകയായിരുന്നു തിരുമേനിയുടെ രീതി. ഇതെല്ലാം അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ടതാണ്. മഴ കിട്ടാതാകുമ്പോൾ ഓരോ സത്യവിശ്വാസിയുടെയും നാവിൽ നിന്ന് വരേണ്ടതാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരണമേ എന്ന്. ആ പ്രാർത്ഥന നാം ഒരു ജുമാ ഖുതുബയിൽ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ആമീൻ ചൊല്ലുന്നു, അതോടുകൂടി നിൽക്കുകയല്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചത് ഉദുഉല്ലാഹ് വഅൻതും മുസ്തൈഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന യഖീൻ നിങ്ങൾക്കുണ്ടാവണം. ആ ഉറപ്പോട് കൂടിയേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നത് പ്രാർത്ഥനയുടെ രീതി. രണ്ടാമത്തേത്, പ്രാർത്ഥന നിരസിക്കപ്പെടുന്നത് പാപങ്ങൾ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുദീർഘമായ ഒരു ഹദീസിൽ പറഞ്ഞു, എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം നൽകുക? ആ ഹദീസിന്റെ രത്ന ചുരുക്കം: അയാൾ ആഹരിക്കുന്നത് നിഷിദ്ധമാണ്, കുടിക്കുന്നത് നിഷിദ്ധമാണ്, ധരിച്ചിരിക്കുന്നത് നിഷിദ്ധമാണ്, എല്ലാം നിഷിദ്ധമായ ഹറാമായതാണ് അയാളെ ആവരണം ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾക്ക് പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുക? അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നാം നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് അത് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വരൾച്ചയുടെയും പ്രയാസങ്ങളുടെയും പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി തരുമാറാകട്ടെ. നമുക്ക് മഴ വർഷിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ കൃഷിക്കും നമ്മുടെ ജീവിത ആവശ്യത്തിനും വേണ്ടത്ര വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർഷിപ്പിച്ച് തരുമാറാകട്ടെ. اللهم اسقنا اللهم اسقنا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا ولا تجعلنا من القانطين. اللهم اغفر للمؤمنين والمؤمنات والمسلمات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اشف مرضانا وارحم موتانا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. الله أكبر الله